അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യിൻ അസ്മാഉൽ ഫായിലീൻ ഫീമാ യലി. താഴെ ഉള്ള വാക്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്നും ഇസ്മു ഫായിലുകൾ ഏതാണെന്ന് പറയണം. മൻ ഖാതിലു അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? ഇപ്പോൾ ഇസ്മുൽ ഫായിൽ ഏതാ? ഖാതിലുൻ. ലാ തൻഹറി സായിലു. ചോദിച്ചു വരുന്നവനെ തടയരുത്. അപ്പോൾ ഇസ്മുൽ ഫായിൽ ഏതാ? സായിലുൻ, ചോദിക്കുന്നവൻ. അലദൈക ഷാഹിദുൻ അലാമാ തഖൂൽ. അലാമാ തഖൂൽ എന്ന് പറഞ്ഞാൽ നീ പറയുന്നതിനെ കുറിച്ച് ഷാഹിദുൻ, സാക്ഷിയായവൻ അലദൈക നിൻ്റെ പക്കലുണ്ടോ? അപ്പോൾ എന്താ ഇസ്മുൽ ഫായിൽ? ഷാഹിദുൻ, സാക്ഷിയായവൻ. ഹുവ മജൂസിയുൻ, അവനൊരു ചാരനാണ്. ഐ ആബിദു നാറിൻ, അതിനർത്ഥം നരകത്തിൻ്റെ അടിമ. അപ്പോൾ ഏതാ ഇസ്മുൽ ഫായിൽ? ആബിദുൻ. സാലിക്കർ റജുലുൽ ജാലിസു അമാമൽ മിഹ്റാബി. മിഹ്റാബിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പുരുഷൻ, ആ പുരുഷൻ ആലിമുൻ ഖബീറുൻ മിൻ അഫ്ഗാനിസ്ഥാന. അഫ്ഗാനിസ്ഥാനിലുള്ള വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ളവനാണ്. എന്താ ഇസ്മുൽ ഫായിൽ? ആലിമുൻ. അലായിബു ഖുറത്ത ഖദമിൻ അൻത. നീ ഫുട്ബോൾ കളിക്കുന്നവനാണോ? ഏതാ ഇസ്മുൽ ഫായിൽ? ലായിബുൻ, കളിക്കുന്നവൻ. ലന്നുൽ ആഖിലി, ബുദ്ധിയുള്ളവൻ്റെ സംശയം ഹൈറുൻ, ഹൈറാണ്. മിൻ യഖീനിൽ ജാഹിലി, വിവരമില്ലാത്തവൻ്റെ ഉറപ്പിനേക്കാൾ. ഇവിടെ രണ്ട് ഇസ്മുൽ ഫായിലുണ്ട് അല്ലേ? ബുദ്ധിയുള്ളവൻ ആഖിലിനും വിവരമില്ലാത്തവൻ ജാഹിലും. ഫഅൽതു സാലിക വ അന കാരിഹുൻ ലഹു. ഞാനത് പ്രവർത്തിച്ചു, അതിനോട് എനിക്ക് വെറുപ്പുണ്ട്, ഞാൻ വെറുക്കുന്നവനാണ്. അപ്പോൾ കാരിഹുൻ, വെറുക്കുന്നവനാണ് ഇസ്മുൽ ഫായിൽ. ഫാത്തിഹുൽ അന്ദുലിസി താരിഖ് ഇബ്നു സിയാദിൻ. അന്ദുലിസിന് വിജയം നൽകിയവൻ, ഫാത്തിഹു എന്ന് പറഞ്ഞാൽ വിജയം നൽകിയവൻ. താരിഖ് ഇബ്നു സിയാദിൻ, അത് താരിഖ് ഇബ്നു സിയാദാണ്, സിയാദിൻ്റെ മകൻ താരിഖ്. ഇവിടെ രണ്ട് ഇസ്മുൽ ഫായിലുണ്ട്. ഒന്ന് ഫാത്തിഹുൻ, വിജയിച്ചവൻ. പിന്നെ ഈ താരിഖ് എന്ന പേരും എന്താണ്? ഫായിൽ. കണ്ടോ, താരിഖുൻ, അതും എന്താണ്? ഇസ്മുൽ ഫായിലിൻ്റെ അതേ വസനിലാണ്. ഇനി ഒരു ഹദീസ് പറയാണ്. അൻ അനസിൻ ഇബ്നി മാലിക്കിൻ റളിയല്ലാഹു അൻഹു ഖാല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി, ജനങ്ങൾക്ക് വരാനുണ്ട്, സമാനുൻ, ഒരു കാലം, അസ്സാബിറു, ക്ഷമയുടെ, ഫീഹിം അലാ ദീനിഹി, അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ, കൽ ഖാബിദി, ഇത് പിടിക്കുന്നത് പോലെയാണ്, അലൽ ജംറി, തീക്കനലിനെ. അപ്പോൾ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് അവർക്ക് അവരുടെ ദീൻ എന്തായിരിക്കും? അത് ക്ഷമയുടെ കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് അവരുടെ ദീൻ എങ്ങനെയായിരിക്കും? അത് ഒരു തീക്കനൽമ പിടിക്കുന്ന അനുഭവമായിരിക്കും ദീന് മുറുകെ പിടിക്കുന്നവർക്ക്. അപ്പോൾ ഇവിടെ എത്ര ഇസ്മുൽ ഫായിലുണ്ട്? 3 ഉണ്ട്. അനസ് ബിൻ മാലിക്കിലെ മാലിക് ഇസ്മുൽ ഫായിലാണ്. പിന്നെ സാബിർ, ക്ഷമ, ഇസ്മുൽ ഫായിലാണ്, ക്ഷമിക്കുന്നവൻ. പിന്നെ കാബിലി, പിടിക്കുന്നവൻ. അങ്ങനെ 3 ഇസ്മുൽ ഫായിലുണ്ട്. അടുത്തത് ആയത്ത് പറയാണ്. കാലത്താല, അല്ലാഹു തആല പറഞ്ഞു, യുരീദൂന അൻ യഖ്റുജു,
അവർ പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു മിനന്നാരി, നരകത്തിൽ നിന്ന്. അപ്പോൾ നരകത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. വമാഹും ബിഹാരിജീൻ, എന്നാൽ അവർ പുറത്തു പോകുന്നവരല്ല. മിൻഹ, അതിൽ നിന്ന്. വലഹും അസാബും മുഖീം, അവർക്ക് നിലനിൽക്കുന്ന ശിക്ഷയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്തുൽ മാഇദയിലെ 37-ാമത്തെ ആയത്ത്. ഇതിലേതാ ഇസ്മുൽ ഫായിൽ? ഹാരിജീന. അപ്പോൾ ബി ഇത് ഹാരിജൂന എന്നാണ് വേണ്ടേ, കാരണം റഫാകുമ്പോൾ അല്ല, അള്ളാമത്തിൻ്റെ അടയാളം വാവാണ്. ഹാരിജൂന, പുറപ്പെടുന്നവർ. എന്തുകൊണ്ട് ഹാരിജീന എന്നായി? ബി വന്നുകൊണ്ട്. അപ്പോൾ ഇസ്മുൽ ജർ വന്ന അതിനിപ്പുറം എന്താ? മജ്റൂർ. ബാറക്കല്ലാഹു. ഹർഫു ജർ, ഇസ്മുൽ ജർ അല്ല, സോറി, ക്ഷമിക്കണം. ഹർഫു ജർ, ഹർഫാണല്ലോ, ഇസ്മല്ല. ഹർഫു ജർ, അതിന് തൊട്ടുടനെ എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ഹാരിജൂന മജ്റൂർ എങ്ങനെയാകാം? നമ്മൾ പഠിച്ചതാണ് യാ കൊണ്ടാണ്. അപ്പോൾ ഹാരി ജീന. ബാറക്കല്ലാഹു ഫീക്കും.